ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഗേറ്റ് ഒക്കെ തുറന്നു. അപ്പോൾ നമ്മുടെ യേശുപ്പനെ ഒരുക്കിയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കയറി ഒന്ന് കണ്ടിരുന്നാൽ മതി, നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അതിനുശേഷം ഞാൻ പോയി ഒന്ന് ഒരുങ്ങി റെഡിയായി, അമ്മ അവിടെ ഒരുങ്ങി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ചായി അമ്പലത്തിൽ നിന്ന് വരണം കേട്ടോ. സമയം ഇപ്പോൾ 8 മണിയായിട്ടുണ്ട് രാത്രി. അപ്പോൾ ക്രിസ്മസിൻ്റെ തലേ ദിവസം 24-ാം തീയതി രാത്രിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അച്ചായിക്ക് കുറച്ച് എളുപ്പമാകുമല്ലോ വരുമ്പോഴത്തേക്ക്. അങ്ങനെ കാറ് റിവേഴ്സ് എടുത്ത് നമ്മുടെ മുറ്റത്തേക്ക്, അതായത് പോകേണ്ട വഴിയിലേക്ക് ഇട്ടേക്കാന്ന് വെച്ചു. അങ്ങനെ ഞാൻ കാറൊക്കെ റിവേഴ്സ് എടുത്ത് ബാക്കിലേക്ക് ഇടുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ അച്ചായി എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്ന് കുറച്ച് നേരത്തെ വരണം എന്നൊക്കെ പറഞ്ഞാണ് അച്ചായി അയച്ചേക്കുന്നത്. അല്ല, അപ്പോൾ നമുക്ക് ചെറുപ്പൊക്കെ നടക്കുമല്ലേ അമ്പലത്തിൽ, അപ്പോൾ അതനുസരിച്ചല്ലേ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എന്തായാലും ഞാൻ റിവേഴ്സൊക്കെ എടുത്ത് കാറിൽ നിന്ന് ഇറങ്ങാൻ സമയമായപ്പോഴത്തേക്ക് ഒരു വെട്ടം അച്ചായി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ചായിക്ക് അത്ര എളുപ്പമാകും നമ്മൾ കാറ് പുറത്തിട്ട് കൊടുക്കുമ്പോഴത്തേക്ക്. അങ്ങനെ ഞങ്ങൾ അച്ചായി അമ്മയും ഞാനും കൂടെ യാത്ര തിരിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അമ്മക്കുട്ടിയാണെ ബാക്കിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്. ഞങ്ങൾ എല്ലാ വർഷവും പോവാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും പോകുമ്പോൾ നമുക്ക് ഈ പരിപാടികളും കാര്യങ്ങളും എല്ലാം കാണാം. ഞങ്ങൾ എല്ലാ വർഷവും തങ്കശ്ശേരി ഈ സൈഡിലോട്ടാണ് പോകുന്നത്. വാടി, തങ്കശ്ശേരി, ഇങ്ങനെ ഈ സൈഡിൽ പോകുമ്പോഴാണ് പരിപാടികൾ എപ്പോഴും ഉള്ളത് കേട്ടോ. അങ്ങനെ ഈ ഒരു സൈഡിലെ ഇടത്തെ സൈഡ് ഭയങ്കര അടിപൊളി ഗാനമേളയും പരിപാടികളും ഒക്കെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാട്ടൊന്നും ഇടാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടല്ലോ നമ്മുടെ യൂട്യൂബിൽ, അതുകൊണ്ടാണ് കേട്ടോ. ഭയങ്കര DJ, അടിപൊളി ലൈറ്റ് സെറ്റും അടിപൊളി ഡാൻസും പരിപാടിയൊക്കെ നടക്കുകയാണ് കേട്ടോ. എനിക്ക് അവിടെ കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയം നമ്മളിപ്പം ഒന്നാമതെ ലേറ്റായി. എല്ലാ കാഴ്ചകളും കണ്ട് തിരിച്ച് പോവുകയും വേണം. നാളത്തേക്ക് കേക്കും വൈനും യേശുപ്പനും പൂമാലയും കാര്യങ്ങളും ഒക്കെ മേടിക്കുകയും വേണം കേട്ടോ. അപ്പം സ്റ്റാറും എല്ലാം കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ അച്ചായി പറയുകയാണേ, കഴിഞ്ഞ വർഷത്തെ അത്രയ്ക്ക് ഓളമില്ല പിങ്കിമോളെ ഇവിടൊക്കെ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെന്താ? അപ്പോൾ സത്യമാണ് കേട്ടോ. കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ നമ്മളീ പോകുന്ന, അതായത് ബീച്ചിൻ്റെ അവിടെ നിന്ന് തങ്കശ്ശേരി അവിടെ വാടിയ ചെല്ലുന്നതിൻ്റെ മേളിലെല്ലാം ഭയങ്കര ഇതിനെക്കാട്ടി ലൈറ്റ് സെറ്റായിരുന്നു കഴിഞ്ഞ വർഷം കേട്ടോ. പക്ഷേ ഈ വർഷം അത്ര ഇല്ല. അപ്പോൾ ഇത് അവിടെ അവർ ഒരു സൈഡിൽ ഒരുക്കിയേക്കുന്ന പുൽക്കൂടാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഫോട്ടോ എടുക്കാൻ എന്തോരം ആളാണെന്നറിയാമോ. അപ്പം എല്ലാവരും ഒന്ന് ഒഴിഞ്ഞു പോയാലും നമുക്കും ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. നമ്മുടെ അടിപൊളി ക്രിസ്മസ് പപ്പയായിരുന്നു കേട്ടോ. മരത്തിലും ഉള്ള സ്ഥലങ്ങളെല്ലാം അവർ ലൈറ്റ് ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റാറിൻ്റെ അടുത്തൊക്കെ ഫോട്ടോ എടുക്കാൻ ഭയങ്കര ആൾ കേട്ടോ. പിന്നെ ഐ ലവ് മൂതാക്കര എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. രാത്രി ആയതുകൊണ്ട് തന്നെ ഫോട്ടോയ്ക്ക് വലിയ തെളിച്ചോ മെട്ടൊന്നും കിട്ടത്തില്ല. പിന്നെ ഫോണിൻ്റെ ക്വാളിറ്റി നല്ലതാണെങ്കിൽ കൊള്ളാം കേട്ടോ. പിന്നെ ഒരു ക്രിസ്മസ് ട്രീയുടെ മോഡൽ ഒരു ലൈറ്റ്, അങ്ങനെ ആ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ നേരെ നമ്മുടെ വേളാങ്കണ്ണി മാതാവിൻ്റെ അടുത്ത് വന്നു കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ പൂവൊക്കെ മേടിക്കുന്നത്. പ്രദീപണ്ണൻ്റെ അടുത്ത് നിന്ന് വന്ന്, അയത്തിലാണെങ്കിൽ മറ്റേ കടയിൽ നിന്ന് മേടിക്കും. ഈ കൊല്ലത്തോട്ട് വന്നാൽ ഇവിടെ പ്രദീപണ്ണൻ്റെ അടുത്ത് മേടിക്കും. പിന്നെ ഇവിടെ RP മാളിന് ഓപ്പോസിറ്റാണ് കേട്ടോ പ്രദീപണ്ണൻ്റെ അവിടെ. അപ്പോൾ അവിടെ നമ്മളൊരു പൂമാലയൊക്കെ വന്ന് മേടിച്ച് അവിടെ കയറിയപ്പോൾ അച്ചായി പറയാം, എന്നെ അറിയാവുന്ന എല്ലാവരും ഉണ്ട് പിങ്കിമോളെ. അങ്ങനെ ഞങ്ങൾ പിന്നെ കൊല്ലം എല്ലാം ചിന്നക്കട എല്ലാം കാര്യങ്ങളും കണ്ട് പിന്നെ ആശ്രാമ മൈതാനം വഴിയാണ് വന്നത് കേട്ടോ. അങ്ങനെ പൂമാലയൊക്കെ മേടിച്ച് ഞാൻ നേരെ കൈയെല്ലാം കഴുകിയിട്ട് ഈ ഷോപ്പിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. വെളുപ്പാങ്കാലത്ത് 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും മെഴുകുതിരി കത്തിച്ചിട്ടുണ്ട്. ചെറിയ വ്ളോഗായിരുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക.